സിന്ധു, എടി സിന്ധു. എന്താ അമ്മേ, അമ്മ വിളിച്ചിരുന്നോ? ഓ, വിളിച്ചോ ചോദിക്കാൻ വേണ്ടി വരികയാണ്. ഓ, ചായ എടുത്തിട്ട് പാടി. സമയത്തെന്ന് പറഞ്ഞിട്ടാ. എടി, 7 മണി വരെ കിടക്കല്ലേ വേണ്ടത്. 4 മണിയാകുമ്പോഴേക്ക് എണീക്കണം. എണിച്ച് അടിച്ച് വാരി തുടച്ച് കുളി കഴിഞ്ഞിട്ട് വേണം അടുക്കളയിൽ കയറണമെങ്കിൽ. എടി, കുപ്പി ക്ലാസ്സിൽ വേണ്ട കേട്ടോ, സ്റ്റീൽ ക്ലാസ്സിൽ എടുത്തോ. അമ്മ, ഇത് ചായ. ഇതെന്ത് ചായ എടി ഇത്? എടി, ഇവിടെ എന്തിന്റെ കുറവാ ഉള്ളത്? ഇഷ്ടം പോലെ പാലും പഞ്ചസാരയും ചായപ്പൊടിയില്ലേ? നിനക്ക് മര്യാദയ്ക്ക് ചായ ഉണ്ടാക്കിക്കൂടെ? ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ കുടുംബത്തിൽ ഒരുമാതിരി ദാരിദ്ര്യം ഉണ്ടല്ലോ, അത് ഇവിടെ കാണിക്കണ്ട. ഇതേ സ്റ്റാൻഡേർഡ് കുടുംബമാ. പോയി മര്യാദയ്ക്ക് ചായ ഉണ്ടാക്കിട്ട് പാടി. എന്തെന്നാ? എന്തിന് ഇത്ര നേരത്തെ എണീറ്റത്? നിനക്കിന്ന് ലീവല്ലേ? പതുക്കെ എണീറ്റാ പോരെ? ആ, പിന്നെ എങ്ങനെയടി, ഹോസ്റ്റലിലൊക്കെ സുഖമല്ലേ? ആ, ഫുഡൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ മോളെ? നന്നായിട്ട് പൈസ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് വയറ് നിറയെ 3 നേരം കഴിക്കണേ. ആ, ഒരു കാര്യം ചെയ്യ്, കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ചെയ്തിട്ട് പിന്നെ ഉച്ചയ്ക്ക് നല്ലോണം ഉറങ്ങിക്കോ. ഉറങ്ങിയാൽ നല്ല എക്സാമൊക്കെ വരിക. നല്ല ഉറക്കവും വേണം മോളെ. ഇങ്ങനെ എപ്പോഴും ഇരുന്ന് പഠിക്കണ്ട കേട്ടോ. ആ ആ ആ ആ അച്ഛനവിടെ ഉണ്ട്. ഏടത്തിയമ്മയോ? ഓ, അവളുണ്ടോ അടുക്കളയിൽ? കൊടുക്കാനോ? എന്തിനാ അവളുടെ അടുത്ത് ഫോൺ കൊടുക്കണേ? എടി പെണ്ണേ, നീ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി. നിൻ്റെ ഏടത്തിയമ്മയും പണ്ടത്തെ എനിക്ക് വെറുപ്പാ. ആ, അന്ന് ശരി ശരി എന്നാ ഞാൻ ചേട്ടത്ത് പറയാം. ശരി. ആ, ഏട്ടൻ വിളിച്ചോന്നോ? ആ, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് കുറച്ച് കഴിഞ്ഞ് വിളിക്കുകയായിരിക്കും. ആ, ശരി മോളെ, എന്നാൽ ശരി. ഏടത്തിയമ്മ കൊടുക്കാണ്ടാണ്. എടി, സിന്ധുവിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കാൻ നീ കൊടുത്തൂടെ? പിന്നെ അവളാണല്ലോ ഇവിടെ നമ്മുടെ കാര്യങ്ങൾ അറിയുന്നത്. നിങ്ങൾ മിണ്ടാതിരിക്കും മനുഷ്യ. എടി, നമ്മുടെ മോൻ്റെ ഭാര്യയില്ലത് നിന്റെ അതേ സ്വഭാവം മാളിൽ നിന്ന് പഠിപ്പിക്കുന്നേ. എന്താ അവൾ ബാംഗ്ലൂരിൽ നിന്ന് പഠിപ്പിക്കുന്നത്? നന്നായി. മോളെ, മീൻ വന്നില്ല. ഏത് മീനാ വേണ്ടി? ഓ, മരുമോളോട് ചോദിച്ചാണല്ലോ മീൻ വാങ്ങുന്നത്. നോക്കി, നല്ല അയില പോയി വാങ്ങി 200 രൂപയ്ക്ക്. ഈ എന്താണ് കുട്ടികൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണം? നമ്മുടെ മോൻ അയച്ചു തരുന്ന പൈസ കൊണ്ടല്ലോ നീയൊക്കെ ചോദിക്കുന്നത്. ആ ബോധം നിനക്കുണ്ടോ? അതെ, നമ്മുടെ മോനാ. നമ്മളാണ് അവനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലി ആയി കൊടുത്തത്. അപ്പം നമ്മളാ സുഖിക്കേണ്ടത്. അല്ലാതെ ഇന്നലെ വന്ന് കയറി ഇവളല്ല. ഇവിടെ ഈ ജന്മം നന്നാവില്ല. മോള് പഠിപ്പിക്കുന്നുണ്ടോ? ആ, അത് ശരി. ആ, അപ്പം അതൊക്കെയാണല്ലേ വിശേഷം. അമ്മേ, അമ്മേ, ഞാനൊന്ന് വീട്ടിലേക്ക് പോയിക്കോട്ടെ? ഹലോ, നിൽക്ക് കേട്ടോ, ഞാനിപ്പോൾ വിളിക്കേ. എന്ത്? ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരട്ടെ. എന്തിന്? അത് അമ്മയ്ക്ക് എന്തോ തലച്ചിട്ടില്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വിളിച്ചതായിരുന്നു, ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട്. നിന്റെ അമ്മയ്ക്ക് തലച്ചുറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ആങ്ങളിൻ്റെ അച്ഛനൊക്കെ ഇല്ലേ നോക്കേ. നീ എന്നെ ഇവിടെ നിന്ന് പോകണോ? അവൻ്റെ പൈസ വന്നിട്ടുണ്ടാവുമല്ലേ, അപ്പം അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുമായിരിക്കും. അയ്യോ അമ്മ, അതൊന്നുമില്ല. ഞാൻ വീട്ടിലൊരു പൈസയും കൊണ്ട് കൊടുക്കലില്ല. അത്രയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിളിച്ചത്, അതുകൊണ്ടാ. ആ കുട്ടി വെക്കോട്ടെ. ആ കുട്ടിക്ക് അമ്മയ്ക്ക് സുഖമില്ലാണ്ടല്ലേ. നീ എന്താ പോകേണ്ട വേണ്ടി വെക്കുന്നത്? എന്നാലേ മരുമോളെ പറഞ്ഞു വിട്ടോളി. ഈ വീട്ടിലെ പണി മുഴുവൻ നിങ്ങൾ ചെയ്യണം. പറ്റുമോ? ഓ, അതാണ് നിന്റെ പ്രശ്നമല്ലേ. അവളെ വേലക്കാരായിട്ട് ഇവിടെ എത്തണം. മോള് വെക്കോട്ടാ. മോളുടെ അമ്മനെ കണ്ടോ? അമ്മൻ്റെ അസുഖമൊക്കെ മാറ്റി വന്നു. പൊയ്ക്കോ, നിന്റെ അമ്മനെ കാണാൻ പൊയ്ക്കോ. ഇവിടുത്തെ പണി മുഴുവനും കഴിഞ്ഞിട്ട് പോയിക്കോ. വൈകുന്നേരം വീട്ടിൽ പണി ചെയ്യാനാകുമ്പോഴേക്കും തിരിച്ചെത്തണം നീ. അമ്മ, ഞാൻ ഇന്ന് വരുന്നില്ല, നാളെ വരാം. അമ്മ ഇവിടെ പണിയൊന്നും എടുക്കണ്ട. ഞാൻ നാളെ വന്നതിന് ശേഷം എല്ലാ പണിയും ചെയ്തോളാം. മോളെ, മോളുടെ ഞാനല്ല വരുന്നത്. നീ സമ്മതത്തിൽ നിൽക്കണ്ട. മോള് വെക്കോ. വനജേശി ഉണ്ടോ എന്താ ഇവിടെ? ആ, ചേച്ചിയോ? വാ, ഇരിക്കേ ചേച്ചി, കയറി ഇരിക്കേ. ആ മോളെ, അമ്മ എവിടെ പോയി? ഞാൻ അമ്മനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് വന്നതാ. ആ ചേച്ചി, അമ്മ ബാങ്കിൽ പോയതാ. എന്തോ ആധാർ കാർഡ് എന്തോ ലിങ്ക് ചെയ്യാനുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ,
എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു മോളെ, അതിനു വേണ്ടി ഞാനിപ്പോൾ ഓടി വന്നതാ. എന്താ ചേച്ചി, എന്താ അത്യാവശ്യം? എനിക്കൊരു 5000 രൂപ വേണമായിരുന്നു. ഇവളുടെ അടുത്ത് വന്നാൽ ഉണ്ടെങ്കിൽ തരും, ഇടയ്ക്ക് പലിശയും കൊടുക്കലുണ്ട്. വലിയ പരമാനുഷ്യല്ലേ, മോളോട് എങ്ങനെയാണ് അവൾ സംസാരിക്കുന്നതൊക്കെ? നല്ല രീതിക്ക് തന്നെയാണോ? എന്നോട് കുഴപ്പമൊന്നുമില്ല ചേച്ചി. മോളെ, ഇവളേറിയ സാധനമാണ്. ഞങ്ങൾ വിചാരിച്ചു മോൾ ഇത്രയും കാലം ഇവിടെ നിൽക്കില്ല എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ ചെക്കനിട്ട് ഗൾഫിലും പോയി. അതെന്താ അവിടെ ശബ്ദം? എന്താ വയറിങ് എന്താ പണിയാ തോന്നുന്നു അല്ലേ? ചെക്കനിട്ട് ഗൾഫിലും പോയി, മോളിനിട്ട് വിളിട്ട് അരപ്പിച്ച് പണിയെടുപ്പിക്കണ നമ്മൾ കാണലുണ്ട്. ഏത് നേരം നിന്നെ പണിയെടുപ്പിക്കലാണല്ലോ. മോളൊന്നും പറയണ്ട, മോളെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവളിവിടെ ദ്രോഹിക്കുന്നത്. ഇവൾക്കൊരു മോളില്ലേ, അപ്പം ബാംഗ്ലൂരൊക്കെ വിട്ട് പഠിപ്പിക്കുകയാണല്ലോ. എൻ്റെ ഭർത്താവ് നല്ലപോലെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ടാവും അല്ലേ? ഇവള് കിടന്നിട്ട് വിലസുകയല്ലേ. ആ സുധാകരന് വെറും ഒരു പാവമാണേ. മൂപ്പറിനെ ഇട്ടിട്ട് എന്തെല്ലാം പറയറിയോ. മോള് വരുന്ന മുന്നേ അയാളെ കൊണ്ടായി എല്ലാ പണിയെടുപ്പിക്കുന്നത്. ഒരു ദുഷ്ട സ്വഭാവമാണ് ശരിക്കും പറഞ്ഞ അവൾക്ക്. ഇല്ല ചേച്ചി, അമ്മനെ കൊണ്ട് അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മയൊക്കെ നല്ല സ്നേഹത്തിൽ തന്നെ കഴിയുന്നത്. ആ, അതൊക്കെ മോളെ മുൻപിൽ അഭിനയിക്കുക. മോൾക്കൊരു കാര്യം ചെയ്തൂടെ? അവനോട് ഗൾഫിലേക്ക് വെക്കൂടെ? അയ്യോ, അതിപ്പോൾ ഏട്ടൻ പോയിട്ട് കുറച്ചായിട്ടല്ലേ ഉള്ളൂ. പിന്നെ അതുമല്ല, ഇവിടെ അമ്മയും അച്ഛനും ഒറ്റയ്ക്കല്ലേ ഞാൻ പോയി കഴിഞ്ഞാൽ. അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചു. എന്തോരം വെയില. ഓ വഞ്ച വന്നില്ലേ. നീ ഒരു കാര്യം ചെയ്യും, 2 കുപ്പി അച്ചാറുണ്ടായിക്കോട്ടോ. മനുഷ്യൻ നിങ്ങൾക്ക് അച്ചാർ കഴിക്കാൻ പറ്റില്ല, അതറിയില്ല. ആ പടി BP ഷുഗറൊക്കെ ഉള്ളതാ, അതൊക്കെ കൂടിപ്പോകും. എനിക്കല്ല, നമ്മുടെ മോന് ഇഷ്ടപ്പെട്ട അച്ചാറുണ്ടാക്കാന്ന് പറഞ്ഞു. മോൻ വരുന്നുണ്ടോ? എപ്പോ? ഇതെന്താ എന്നോട് പറയാത്തത്? മോൻ വരികയല്ല, സിന്ധു അങ്ങോട്ട് പോവുക. എന്ത്? സിന്ധു അങ്ങോട്ട് പോകേ? എന്താ മനുഷ്യൻ, നിങ്ങൾക്കുള്ള ഭ്രാന്തുണ്ടോ? ഭ്രാന്തല്ല, സിന്ധുവിന് പോകാനുള്ള ടിക്കറ്റും റെഡി ആയിട്ടുണ്ട്, ബിസിയും റെഡി ആയിട്ടുണ്ട്. മറ്റന്ന് 7 മണിക്ക് പോവുക. ഓ, അപ്പൊ നീ ഇതെല്ലാം ഒപ്പിച്ചു. ഞാൻ അറിയാണ്ട് എൻ്റെ മോനെ കൊണ്ട് ഓരോന്നോരോന്ന് പറഞ്ഞ് കരഞ്ഞ് കണ്ണീര് കാണിച്ചിട്ട് എനിക്ക് വിസയും ടിക്കറ്റൊക്കെ ഒപ്പിച്ചു അല്ലേ പോകാൻ വേണ്ടിയിട്ട്? ഇവിടെ സൂത്രക്കാരൻ ഞാൻ ആദ്യമേ പറയില്ലേ. വെറുതെ ആ കൂട്ടിൽ കുറ്റം പറയണ്ട. ഇതെല്ലാം മോൻ്റെ അടുത്ത് പറഞ്ഞ് റെഡിയാക്കി ഞാനാ. ഓ, അപ്പൊ നിങ്ങൾ 3 ആളും കൂടി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? എൻ്റെ മനുഷ്യ, നിങ്ങളെ ഞാൻ വെറുതെ ഇവിടെ വിചാരിക്കണ്ട. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇവിടുത്തെ പണി മുഴുവൻ നിങ്ങൾ ചെയ്യേണ്ടി വരും. മോളെ ഒന്ന് വേഗം പറഞ്ഞിട്ടാ, കാറ് ഒന്ന് വെയിറ്റ് ചെയ്യാനുണ്ട്. ഒരു 2 മണിക്കൂർ നമുക്ക് എയർപോർട്ടിൽ എത്തണം. ആ അച്ഛാ വരുന്നത്. ഏട്ടനിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, 7 മണിക്കല്ലേ ഫ്ലൈറ്റ്. മോള് വേഗം വാ. അല്ല, മോളുടെ അമ്മയോടെ? ആ, ഞാനിവിടെ ഉണ്ട്. അമ്മ, എന്നാൽ ഞാൻ പോയിട്ട് വരെ. മോളെ, എന്താ അമ്മേ? അമ്മ എന്തെങ്കിലും മോളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മനോട് ക്ഷമിക്കണേ. എല്ലാം അമ്മൻ്റെ വിവരക്കേടുകൊണ്ട് എന്തെല്ലാം പറഞ്ഞു പോയതാ. അതൊന്നും സാരമില്ല അമ്മേ. ഞാൻ എൻ്റെ അമ്മ ചീത്ത പറയുന്ന പോലെ കണ്ടിട്ടുള്ളൂ. ഞാൻ എന്തായാലും 3 മാസത്തിനല്ലേ അമ്മ പോകുന്നത്. ഞാൻ വേഗം പോയിട്ട് വരാം. അമ്മ എന്തായാലും സന്തോഷത്തോടെ ഇരിക്കുക. ഞാൻ എത്തിയിട്ട് വിളിക്കാം കേട്ടോ. മോളെ 3 മാസം കഴിഞ്ഞൊന്നും വരണ്ട കേട്ടോ. മോൾ 6 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. മോൾ അവിടെ ഇരുന്ന് 6 മാസം 1 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അവൻ വരുമ്പോൾ ഒരുമിച്ച് വന്നാൽ മതി. ഈ വീട്ടിൽ ചെറിയ ചെറിയ പണികളല്ലേ ഉള്ളൂ, അതൊക്കെ അങ്ങ് അമ്മ ചെയ്തോളും. മോൾക്ക് അമ്മനോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? എന്തിനാ അമ്മനോട് എനിക്ക് ദേഷ്യം? ഒരു ദേഷ്യമില്ല അമ്മേ. ഞങ്ങൾ പോട്ടുന്ന. ശരി, പോയിട്ട് വരും. ഓക്കെ. പാവം, ആ കുട്ടിനെ ഞാൻ ഒരുപാട് വിഷം കഴിച്ചു. എല്ലാം എൻ്റെ അഹങ്കാരമാണ്. വീടാകപ്പാട് ഉറങ്ങിയ പോലെയാണ്.